ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമസ്കാരം ഒരു വലിയ ബാധ്യതയായി അനുഭവപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് അത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. സത്യത്തിൽ പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അഖിമി സ്വലാത്തലി ദിക്കിരി, എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിർവഹിക്കണമെന്നാണ്. നമ്മൾ നമുക്കിഷ്ടമുള്ള ആളുകളെ ഒരു ദിവസം എത്ര തവണ ഓർക്കാറുണ്ട്? നമ്മൾ കിടക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും. നമുക്ക് അവരോട് അല്ലെങ്കിൽ വസ്തുക്കളാണെങ്കിൽ ആ വസ്തുക്കളോട് എത്രമാത്രം ഇഷ്ടം വരുന്നുണ്ടോ അത്രമാത്രം നമ്മളത് ഓർമ്മിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. സത്യത്തിൽ നമസ്കാരം ഒരു ബാധ്യതയല്ല, അത് അള്ളാഹു നമുക്ക് നൽകിയൊരു ഗിഫ്റ്റാണ്. നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയാനുള്ള ഒരവസരമാണ് നമസ്കാരം. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ എത്രമാത്രം നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം നമസ്കാരം എന്നുള്ളത് എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഉണ്ടാകുമ്പോൾ നമസ്കാരം എന്നുള്ളത്, അതിലെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ ഓർമ്മ പുതുക്കാനുള്ള സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അതാണ് വസ്തുത.